സമയം ഇപ്പോൾ ഒരു 1:30 ഉണ്ടോ. വീട്ടിലൊക്കെ നല്ല ഉറക്കം പിടിച്ച് നല്ല ഉറങ്ങിപ്പോണ ടൈം ആട്ടോ. ആ സമയത്ത് കുത്തിപ്പിടി തണുപ്പത്ത് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാന്നല്ലേ ഗായ്സ്, ഈ സൗത്ത് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യണം. കോയമ്പത്തൂർ വരെ ഒരു യാത്ര ഉണ്ടോ. കോയമ്പത്തൂർ ടു തിരുപ്പതിയിൽ ഇവന്റ് കവർ ചെയ്യാൻ വേണ്ടി പോണേ കേട്ടോ. 3-4 ദിവസം പരിപാടിയാ അവിടെ. അപ്പം അങ്ങനെയാണ് തെലുങ്കാന പ്രദേശമുള്ളൂ. 3-4 ദിവസം പരിപാടി എന്നെ ഓൾറെഡി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 5 ദിവസം പരിപാടി അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി കയറി 8-5 വണ്ടി എടുത്തു. ഞങ്ങൾ ഡ്രൈവർക്കും എടുത്തും പറഞ്ഞു ഞങ്ങൾ ക്ഷീണമുണ്ട്, ഒരു 1:30 ആകുമ്പോൾ ഞങ്ങൾ വിളിച്ചെണയിപ്പിക്കണം, കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും പറഞ്ഞിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഞങ്ങളെ വിളിച്ചില്ല. ഞങ്ങൾ അർസലായിട്ട് പെട്ട് കോയമ്പത്തൂർ തന്നെ 20 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നീലാമ്പൂരും സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾ ചവിട്ടി പുറത്തിറക്കി തന്നത്. ഞങ്ങൾ ജസ്റ്റ് വഴക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് ഒച്ചയൊക്കെ എടുത്തു. എന്നാലും വലിയ മലയാളത്തിലായതുകൊണ്ട് കാര്യമൊക്കെ മനസ്സിലായി അവർക്ക്. ഇന്ന പോലെ അവസ്ഥയാണ്. ഞങ്ങൾ ഒരു ബസ് കിട്ടുന്ന സ്ഥലത്തോ അല്ലട്ടോ നിർത്തുന്നത്. 5 കിലോമീറ്റർ ഞങ്ങൾ നടന്നൊരു ടീ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് അവർ അക്കരെ പരിചയപ്പെട്ട അക്കൊരു നമ്പർ തന്നത് ടീ ഷോപ്പിലുള്ള. അപ്പോഴാണ് ദൈവദൂരിനെ പോലെ ഒരു ഡ്രൈവർ ഞങ്ങൾ മുമ്പിൽ പെട്ടേനെ. പാണ്ഡ്രാജ് അണ്ണൻ പറഞ്ഞു ജസ്റ്റ് ഞങ്ങൾ ആക്കി തരാം. അവിടെ നിന്ന് ക്യാബ് നോക്കിയാൽ 350 രൂപയുള്ളൂ. പുള്ളി ഒരു 500 രൂപ ഞങ്ങളൊന്ന് മേടിച്ചിട്ടോ. ആ സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ നമ്മൾ മലയാളി പിള്ളേരുണ്ട് എഡിറ്റർമാർ. അവരൊന്നും കഴിച്ചിട്ടില്ലാന്ന് കാര്യം പറഞ്ഞു 2 ഓംലേറ്റ് അടിച്ച് തന്നു. അത് ജസ്റ്റ് 2 മണിക്കൂർ കിടക്കേണ്ടി വന്നിട്ടോ. നമ്മൾ ക്രൂ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടോ. ആദ്യമായിട്ട് ഈ കിടക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരെല്ലാം വന്നു. ഇതിന്റെ ബാക്കി വിശേഷം വീഡിയോ, കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് പെമ്പിയുടെ വീഡിയോ വന്നിട്ട് ബൈ.